അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു വീറ്റ് മിനി കുബൂസിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ സാധാരണ മൈദയിലാണല്ലോ കുബൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് ഗോതമ്പിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കുബൂസുകളാണ് കേട്ടോ. അത് നമുക്ക് പോക്കറ്റ് സാൻഡ്വിച്ച് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ മൈദ കഴിക്കാത്തവർക്കും നല്ല യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പരത്തലും ചുടലൊക്കെ കഴിയും കേട്ടോ. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഈ കുബൂസ് എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏത് ഗോതമ്പ് പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ആട്ട നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്തിട്ടുള്ളത് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ഇട്ടെടുത്തിട്ടുള്ളത്. സാധാരണ ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പൊങ്ങാനായിട്ട് വെച്ചതിന് ശേഷം മാത്രം ചേർക്കുക. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ സാധാരണ വെള്ളത്തിലാണ് ഇത് കുഴച്ചെടുക്കുന്നത്. നമ്മുടെ ചപ്പാത്തി മാവൊക്കെ പോലെ തന്നെ നന്നായിട്ടൊന്ന് നമുക്കൊന്ന് കുഴച്ചെടുക്കുക. ആവശ്യത്തിന് വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മൾ കുഴച്ചെടുത്താൽ മതി. ഇതിലേക്ക് പാലൊഴിച്ചിട്ട് കുഴക്കണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ. നമ്മൾ ബണ്ണൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഇതൊന്നും ആവശ്യമില്ല. സാധാരണ വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ വെള്ളം നമുക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് പാകത്തിനനുസരിച്ചിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. ആദ്യം ഒന്നിച്ച് വെള്ളം ഒഴിച്ചാൽ ചിലപ്പോൾ വെള്ളം കൂടിപ്പോവും. നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഒന്ന് കുറച്ചൊരു ഓയിൽ നമ്മൾ കയ്യിലൊന്ന് ആക്കിയിട്ട് നമുക്കിതിൻ്റെ മുകളിലൊന്ന് തേച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെക്കണം. ഒന്നെങ്കിൽ ഇതുപോലെ പ്ലാസ്റ്റിക് റാപ്പ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ സാധാരണ എന്തെങ്കിലും ഒരു പാത്രം വെച്ചിട്ടോ എന്തെങ്കിലും ആയിട്ടൊന്ന് കവർ ചെയ്ത് വെക്കുക. ഇത് നമുക്കൊരു 2 മണിക്കൂറെങ്കിലും വെക്കാം കേട്ടോ. 1 മണിക്കൂർ 2 മണിക്കൂർ അത്രയും വെച്ചാൽ മതി. അതിൽ കൂടുതൽ വെക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ 2 മണിക്കൂറിന് ശേഷമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. മാവ് ഒരുപാട് ബണ്ണിൻ്റെ ആ ഒരു പരുവത്തിലൊന്നും പൊങ്ങിയൊന്നും വന്നിട്ടില്ല. ഒരു സാധാരണ കുറച്ചൊന്ന് സൈസ് കൂടിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. അത്രയും മതി നമുക്ക് കുബൂസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് എവിടെയെങ്കിലും കൗണ്ടർ ടോപ്പിലോ എവിടെയെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. ചപ്പാത്തി പലകയിലാകുമ്പോൾ നമ്മൾ വലിയതായിട്ട് പരത്തുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാവും. അപ്പോൾ ആദ്യം ഒന്ന് പൊടിയൊന്ന് കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ചപ്പാത്തിയൊക്കെ പരത്തുന്ന അതേ ഒരു പോലെ തന്നെ ഇതൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഇതുപോലെ പരത്തി നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ കുബൂസായിട്ട് ഇങ്ങനെ പരത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഷേപ്പായിട്ട് കിട്ടാത്തവരാണെങ്കിലും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും കേട്ടോ. എല്ലാം അത്യാവശ്യം ഒരു ഷേപ്പിലായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ ഇത്രയും കട്ടിയിൽ ഞാനൊന്ന് പരത്തി വെച്ചിട്ടുണ്ട്. ഒരുപാട് കനം കുറച്ചിട്ട് പരത്തരുത്, അതുപോലെ ഒരുപാട് കട്ടി കൂട്ടിയിട്ടും പരത്തിയെടുക്കരുത്. ഈ ഒരു പരുവത്തിൽ നമുക്ക് പരത്തിയിട്ട് എന്തെങ്കിലും ഒരു ടിന്നിൻ്റെ അടപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും കട്ടറോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി വലിയ കുബൂസ് വേണമെന്നുള്ളവർക്ക് ഓരോന്നായിട്ട് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുത്താൽ മതി. അത് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ പരത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും കട്ടിയുണ്ട് കേട്ടോ, കാണുന്നുണ്ടാവും. അപ്പോൾ അത് നമുക്ക് എല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് ബാക്കി വരുന്ന മാവും കൂടെ ഇതുപോലെ പരത്തിയെടുക്കുക. ഇങ്ങനെ പരത്തുകയാണെങ്കിൽ നമുക്ക് പരത്തിയെടുക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. ഇനി വലിയത് വേണമെന്നുണ്ടെങ്കിൽ വലിയ കട്ടർ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. എന്നാലും നന്നായിട്ട് നല്ല ഷേപ്പായിട്ട് തന്നെ കിട്ടും. ബാക്കിയുള്ള എല്ലാ മാവും നമുക്കിതുപോലെ പരത്തി എടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് ചൂടായൊരു തവയിൽ വെച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ തവ ചൂടാക്കാൻ വെച്ചതിന് ശേഷമാണ് ഞാനിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ നമുക്കറിയാം കുബൂസ് ഇങ്ങനെ തവയിൽ വെച്ചിട്ടല്ല ഉണ്ടാക്കാറുള്ളത്. അതിനായിട്ടുള്ള ഒരു അടുപ്പാണല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ തവയിലോ പാനിലോ എന്തെങ്കിലും വെച്ചിട്ട് ചുട്ടെടുക്കേണ്ടി വരും. അപ്പോൾ ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊള്ളി വരുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ, വളരെ ഈസിയാണ്. ഓരോ ഭാഗം ഒന്ന് റെഡി ആകുമ്പോൾ നമ്മൾ തിരിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. നന്നായിട്ട് തന്നെ പൊള്ളി വരണം കേട്ടോ. നമ്മൾ ഉൾഭാഗം തുറക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ഹോളായിട്ട് തന്നെ ഉണ്ടാവണം. നമ്മൾ സാൻഡ്വിച്ചൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ. കുബൂസ് ആ ഒരു ഉൾഭാഗത്തേക്ക് അങ്ങോട്ട് നിറക്കലാണ്. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ വരണം, എന്നാലും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള കുബൂസായി കിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ എല്ലാവർക്കും വളരെ പെട്ടെന്ന് വീട്ടിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടൊന്നും ഒരാവശ്യമില്ല കേട്ടോ. ഇതേ പ്രോസസ്സ് നിങ്ങൾക്ക് മൈദയിലും ചെയ്യാൻ പറ്റും. മൈദയിലാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇതേ അളവിൽ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും.
അപ്പോൾ 2 കപ്പ് ഇതിന് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ആ ഒരു അളവിൽ, അത് നിങ്ങൾ കൂട്ടുകയാണെങ്കിലും കുറക്കുകയാണെങ്കിലും അതിൻ്റെ ആ ഒരു അളവുകളിൽ വ്യത്യാസം വരുത്തിയാൽ മതി. അപ്പോൾ ബാക്കിയുള്ള എല്ലാ മാവും നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ചുട്ടെടുക്കാനായിട്ട് കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെയാണ് മേൾഭാഗം കരിഞ്ഞു പോവും, ഉൾഭാഗം വെന്ത് കിട്ടൂല കേട്ടോ. മറ്റേത് ഇതുപോലെ പൊള്ളി വന്നിട്ടുണ്ടെങ്കിൽ ഉൾഭാഗം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. ഇതിൻ്റെ വലിയ സൈസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലുതാക്കിയിട്ട് പരത്തിയിട്ട് ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞല്ലോ, പോക്കറ്റ് സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചെറുതാക്കിയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം നമ്മൾ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല സോഫ്റ്റാണ് നമ്മുടെ കുബൂസ്. അതുപോലെ തന്നെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ പൊള്ളി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഞാൻ ചെയ്ത് കാണിക്കാൻ പറ്റുന്ന എന്തെങ്കിലും റെസിപ്പി ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.